പ്ലസ് ടുവിൻ്റെ അക്കൗണ്ടൻസി അങ്ങോട്ട് തുടങ്ങാം. അതിൽ ആദ്യത്തെ ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ് ആദ്യത്തെ ചാപ്റ്റർ. അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. നമ്മൾ ഓർഗനൈസേഷൻസ് ഒക്കെ പഠിച്ചിരുന്നു. സർവീസുകളുണ്ട് ഒക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രോഫിറ്റ് മോട്ടീവായിരുന്നു. അപ്പം ഇത് പ്രോഫിറ്റ് മോട്ടീവ് അല്ലാത്ത, അതായത് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, അങ്ങനത്തെ വോളണ്ടറി ഓർഗനൈസേഷൻസാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് വോളണ്ടറി ഓർഗനൈസേഷൻസ്, വോളണ്ടിയേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സന്നദ്ധർ. അപ്പോൾ വോളണ്ടറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സന്നദ്ധ സംഘടനകൾ. അത് ചാരിറ്റബിൾ ട്രസ്റ്റ്, സ്പോർട്സ് ക്ലബ്ബ്, പിന്നെ അസോസിയേഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് സോഷ്യൽ, കൾച്ചർ, എഡ്യൂക്കേഷണൽ, റിലീജിയസ് ഓർ ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സ് ആണ് ഉണ്ടാവുക. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ലക്ഷ്യം എന്തൊക്കെയായിരിക്കും? സോഷ്യൽ, സാമൂഹ്യമായിട്ടുള്ളത്; കൾച്ചറൽ, സാംസ്കാരികമായിട്ടുള്ളത്; എഡ്യൂക്കേഷണൽ, വിദ്യാഭ്യാസപരമായിട്ടുള്ളത്; റിലീജിയസ്, മതപരമായിട്ടുള്ളത്; അല്ലെങ്കിൽ ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ. അവരുടെ മോട്ടീവ് അല്ലെങ്കിൽ എയിം എന്തല്ല? പ്രോഫിറ്റ് അല്ല. അപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഡെഫിനിഷൻ അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി which does not engage in trading, manufacturing activities but render services to members and for the welfare of the society. അതായത് ട്രേഡിംഗ്, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് അല്ല. കച്ചവട, മാനുഫാക്ചർ ചെയ്യുക, കണ്ടുപിടുത്തങ്ങൾ അല്ലേ, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അവർ പിന്നെ സർവീസസ്, സേവനങ്ങൾ നൽകുന്നു അതിലുള്ള ട്രസ്റ്റിലുള്ള മെമ്പേഴ്സിന്. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനേഷനായിട്ട് വരികയാണെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി which does not engage in trading, manufacturing activities but render services to members and for the welfare of society. മെമ്പേഴ്സിന് സേവനം, സൊസൈറ്റിയുടെ വെൽഫെയർ, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം, മോട്ടീവ്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. അതിലാദ്യം പറഞ്ഞല്ലോ റെൻഡറിങ് സർവീസസ്. അപ്പോൾ ഒന്നാമത്തേത് തന്നെ റെൻഡറിങ് സർവീസ്. അതായത് ഒരു പ്രത്യേക ഗ്രൂപ്പിന് അല്ലെങ്കിൽ പൊതുവായിട്ട് പബ്ലിക്കിന് എന്ത് നൽകുക? സേവനങ്ങൾ നൽകുക. റെൻഡർ സർവീസ് ടു മെമ്പേഴ്സ് ഓർ സൊസൈറ്റി. പിന്നെ രണ്ടാമത്തത് നോട്ട് ഫോർ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി. അതിൻ്റെ ഒബ്ജക്റ്റീവ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ഈസ് നോട്ട് പ്രോഫിറ്റ്, ഈസ് റെൻഡറിങ് സർവീസ്. അതിൻ്റെ മോട്ടീവ് എന്തല്ല? പ്രോഫിറ്റ് അല്ല, പിന്നെന്താണ്? റെൻഡറിങ് സർവീസ്, സേവനം നൽകുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തത് നോ ട്രേഡിംഗ്, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. ട്രേഡിംഗ് ആക്ടിവിറ്റീസും ഇല്ല, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസും ഇല്ല. അതായത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി, ഏണിങ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്തില്ല? ട്രേഡിംഗ്, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഒന്നും അവർ ചെയ്യണില്ല. പിന്നെ അവർക്ക് എന്താ? ഇൻകം ആണല്ലോ. റെൻഡറിങ് സർവീസ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ സേവനം നൽകുകയാണ് മെമ്പേഴ്സിനും സൊസൈറ്റിക്കും ഒക്കെ. അപ്പോൾ അവർക്ക് ഇൻകം വേണം. അപ്പോൾ നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക് ഏതാണ്? സോഴ്സസ് ഓഫ് ഇൻകം സോഴ്സ്. അവിടെ ട്രേഡിംഗ്, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻകത്തിൻ്റെ സോഴ്സ് എന്താണ്? സബ്സ്ക്രിപ്ഷൻസ് ഫ്രം മെമ്പേഴ്സ്. അതിലുള്ള അംഗങ്ങൾ അവർ നൽകുന്നതായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ്,
സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അതായത് മെമ്പർഷിപ്പ് ഫീസൊക്കെ ഉണ്ടാവുമല്ലോ അത്. പിന്നെ ഡൊനേഷൻ, ആരുടെയെങ്കിലും സംഭാവനകൾ കിട്ടും. ഗ്രാൻറ് ഇൻ എയ്ഡ്, സഹായമായിട്ട് ഗവൺമെൻറ്റോ മറ്റ് സംഘടനകളൊക്കെ കൊടുക്കുന്ന ഗ്രാൻറ്റ്. പിന്നെ ലെഗസീസ്, ആരെങ്കിലും അവർക്കായിട്ട് സംഭാവന ചെയ്ത് നൽകുന്നതായിട്ടുള്ള ലെഗസികൾ, ഇതൊക്കെയാണ് അവരുടെ സോഴ്സ് ഓഫ് ഇൻകം. അഞ്ചാമത്തത് റിസൾട്ട് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നമ്മൾ മറ്റേതിലൊക്കെ, അതായത് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ് വെച്ചാൽ നമ്മൾ ഏതാടാറ് പ്രോഫിറ്റ് ലോസ്, പ്രോഫിറ്റ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, ലോസ് ഇൻകം ലെസ് ദാൻ എക്സ്പെൻഡിച്ചർ. ഇവിടെ അതിന് പകരം എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ നമുക്ക് പ്രോഫിറ്റാണ്, ഇവിടെ അതിന് സർപ്ലസ് എന്നും. പിന്നെ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം, ഇൻകത്തിനേക്കാൾ വരുമാനത്തേക്കാൾ ചിലവ് കൂടുതലാണ് വെച്ചാൽ നമ്മൾ ലോസ് ആണ് എടുക്കാറുള്ളത്, ഇവിടെ അത് ഡെഫിസിറ്റ് എന്നുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ റിസൾട്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റിസൾട്ട് കിട്ടുന്നത് സർപ്ലസും ഡെഫിസിറ്റുമാണ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എക്സസ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. പിന്നെ അടുത്തത് ആറാമത്തത് ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ വേണമല്ലോ എന്തായാലും, ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആരും ഇൻവെസ്റ്റ് ചെയ്യാനോ അങ്ങനെ കിട്ടിയ ക്യാപിറ്റലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ക്യാപിറ്റൽ ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും കൊണ്ടു നടത്താൻ പറ്റില്ല. ഇവിടെ കിട്ടുന്ന ക്യാപിറ്റൽ ഏതൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, സോഴ്സസ് ഓഫ് ഇൻകം, ഡൊനേഷൻസ്, പിന്നെ ഗ്രാൻറ് ഇൻ എയ്ഡ്, ലെഗസീസ്, ഇതൊക്കെയാണ്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ക്യാപിറ്റൽ ഫണ്ട്. പിന്നത്തത് നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ ഉള്ളൂ, കടം ഇല്ല. നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. പിന്നുള്ളത് മെയിൻ്റനൻസ് ഓഫ് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ അത് ഡെയിലി ബേസിസിൽ അല്ല. ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ ക്യാഷ് റെസിപ്റ്റ്സും ഡെബിറ്റ്സും ഒക്കെ പേയ്മെൻറ്റ്സും ഒക്കെ, അതായത് റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും ഒക്കെ എഴുതണം. അതിൽ റെസിപ്റ്റ്സ് ഡെബിറ്റ് സൈഡിലും പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് സൈഡിലുമാണ് എടുക്കുന്നത്. പിന്നുള്ളത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ഇതൊക്കെയാണ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഇവിടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. പക്ഷേ ഇത് അതൊന്നുമല്ല, ഇവിടെ വരുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞതിൽ 9 എണ്ണമാണ് ക്യാരക്ടറിസ്റ്റിക്സ്. 9 എണ്ണം ഏതൊക്കെയാണ്? റെൻഡറിങ് സർവീസ്, നോട്ട് ഫോർ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി, നോ ട്രേഡിംഗ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്, സോഴ്സ് ഓഫ് ഇൻകം, പിന്നെ റിസൾട്ട് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, ക്യാപിറ്റൽ ഫണ്ട്, നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, മെയിൻ്റനൻസ് ഓഫ് ക്യാഷ് ബുക്ക്, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആണ്. അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ ബിസിനസ് ആക്ടിവിറ്റീസ് അല്ല ഉള്ളത്. അവർക്ക് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻസ്, ഗ്രാൻറ്റ്, ഇതുകൊണ്ടൊക്കെ അവരെന്ത് ചെയ്യണോ, എക്സ്പെൻസ് മീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ കീപ്പ് ചെയ്യുന്നത് ഒരു ക്യാഷ് ബുക്ക്. ദേ യൂഷ്വലി കീപ്പ് ക്യാഷ് ബുക്ക് ആൻഡ് ആൾസോ മെയിൻറ്റെയിൻ ലെഡ്ജർ അക്കൗണ്ട്സ് ഓഫ് ആൾ ഇൻകംസ്, എക്സ്പെൻസസ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ അവർ ക്യാഷ് ബുക്കും ലെഡ്ജർ അക്കൗണ്ട്, ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലെഡ്ജർ അക്കൗണ്ട് ഉണ്ട്. ലെഡ്ജർ അക്കൗണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ട്. അതിലെന്തൊക്കെ ഉണ്ടാവും? എല്ലാ ഇൻകംസും എക്സ്പെൻസസ്, അസറ്റ്സ്, ലയബിലിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ട്. പിന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് ലെഡ്ജർ. അതായത് സ്റ്റോക്ക് ലെഡ്ജറിൽ എന്തുണ്ടാവും? കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് അസറ്റ്സ് ആൻഡ് കൺസ്യൂമബിൾസ്. അസറ്റുകൾ, കൺസ്യൂമബിൾ, അതായത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാം തന്നെ സ്റ്റോക്ക് രജിസ്റ്ററിലുണ്ടാവും. പിന്നെ ക്യാപിറ്റൽ ഫണ്ട്
അതായത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻകവും ഇൻകവും എക്സ്പെൻഡിച്ചറും ഒക്കെ കഴിഞ്ഞ് ബാക്കി വരുന്നതാണ് ക്യാപിറ്റൽ ഫണ്ടായിട്ട് വരുന്നത്. ക്യാപിറ്റൽ ഫണ്ടിൽ സർപ്ലസ്, അതായത് കൂടുതൽ കിട്ടുകയാണെന്ന് വെച്ചാൽ അത് ലാഭം, ഇവിടെ സർപ്ലസ് എന്നാണ് പറയണം. സർപ്ലസ് ഉണ്ടാവും. പിന്നെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഉണ്ടാവും, ഒറ്റത്തവണ മെമ്പർഷിപ്പ് അടയ്ക്കുന്നത്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ലെഗസീസ്, ഡൊനേഷൻസ്, ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ്, ഇതൊക്കെയാണ് ഇതിൽ ക്യാപിറ്റൽ ഫണ്ടിൽ. അപ്പോൾ അതൊന്നും ഓർമ്മ വയ്ക്കണം. ക്യാപിറ്റൽ ഫണ്ടിൽ ഏതൊക്കെയാണ് ഉണ്ടാവുക? സർപ്ലസ് ഉണ്ട് ചിലത്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ലെഗസീസ്, ഡൊനേഷൻസ്, ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ്, ഇതൊക്കെയാണ് ക്യാപിറ്റൽ ഫണ്ടിലുള്ളത്. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ടുകളാണ് കീപ്പ് ചെയ്യുന്നത്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് എന്തുണ്ട്? ക്യാഷ് ബുക്ക് ഉണ്ട്. ക്യാഷ് ബുക്കിൽ ഏതാ? ക്യാഷ് ബുക്കിൽ ഡെബിറ്റും ക്രെഡിറ്റും, അതായത് പേയ്മെൻറ്റ്സും റെസിപ്റ്റ്സും. റെസിപ്റ്റ്സ് ഡെബിറ്റ് സൈഡിലും പേയ്മെൻറ്റ്സ്, റെസിപ്റ്റ്സ് ഡെബിറ്റ് സൈഡിലും പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് സൈഡിലും എഴുതും. പിന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ട്. ഇൻകംസ്, എക്സ്പെൻസസ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ട്. പിന്നെ സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ട്. സ്റ്റോക്ക് രജിസ്റ്ററിൽ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് അസറ്റ്സ് ആൻഡ് കൺസ്യൂമബിൾസ്. പിന്നുള്ളത് ക്യാപിറ്റൽ ഫണ്ടാണ്. ക്യാപിറ്റൽ ഫണ്ടിൽ എന്തൊക്കെയുള്ളത്? സർപ്ലസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ലെഗസീസ്, ഡൊനേഷൻസ്, ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ്, ഇതൊക്കെ ഇതിലുണ്ട്, ക്യാപിറ്റൽ ഫണ്ടിലുണ്ട്. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് നോക്കാം. അപ്പോൾ പറഞ്ഞിരുന്നു നേരത്തെ, അത് തന്നെയുള്ളൂ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയാണ്. അതിൽ 3 എണ്ണമാണുള്ളത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ 3 എണ്ണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, എഴുതേണ്ടതായിട്ടുണ്ടാവും. അത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ് ആദ്യത്തെ, ക്യാഷ് ബുക്ക് പോലെ തന്നെ. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് രണ്ടാമത്തത്, ബാലൻസ് ഷീറ്റ് മൂന്നാമത്തത്. അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കിട്ടിയതും അടച്ചതുമായിട്ടുള്ളത്. മറ്റേതിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വരുമാനവും ചെലവും. പിന്നുള്ളത് ബാലൻസ് ഷീറ്റ്, അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റും എഴുതാം. ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോട്ടും തരാം.